പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി ഉഷസായി 28-ാം ദിവസം. ഏശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം 54-ാം അധ്യായം 11 മുതൽ 14 വരെയും 16 മുതൽ 17 വരെയുമുള്ള തിരുവചനങ്ങൾ. പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ, ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജനക്കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും. ഞാൻ നിന്റെ താഴികക്കുടങ്ങൾ പത്മരാഗം കൊണ്ടും വാതിലുകൾ പുഷ്യരാഗം കൊണ്ടും ഭിത്തികൾ രത്നം കൊണ്ടും നിർമ്മിക്കും. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. നീതിയിൽ നീ സുസ്ഥാപിതയാകും, മർദ്ദനഭീതി നിന്നെ തീണ്ടുകയില്ല, ഭീകരത നിന്നെ സമീപിക്കുകയില്ല. തീക്കനലിൽ ഊതി ആയുധം നിർമ്മിക്കുന്ന ഇരുമ്പ് പണിക്കാരനെ സൃഷ്ടിച്ചത് ഞാനാണ്. നാശമുണ്ടാക്കാൻ കൊള്ളക്കാരെയും ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ് ഇത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ഏശയ്യാ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് നമ്മോട് ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ നീതി ശാശ്വതമാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം തയ്യാറാക്കി വിളമ്പുന്ന നീതി അവിടുത്തെ ദാസരുടെ പൈതൃകമാണ്. എല്ലാ അർത്ഥത്തിലും പീഡിപ്പിക്കപ്പെടുകയും ആശ്വാസം ലഭിക്കാതെയും ലോകത്താൽ തള്ളപ്പെടുകയും ചെയ്യുന്ന ജനതകളുടെ ഇടയിൽ ദൈവം നീതി നടത്തും. ആശ്ചര്യജനകമായി ജനതകൾ ദൈവഭക്തരെ കണ്ട് വിസ്മയിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ നീതി ലോകത്തിൻ്റെ നീതിയെ അതിശയിക്കുന്നതാണ്. ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്ന ദൈവഭക്തൻ ആ നീതി ആസ്വദിക്കും. ദൈവമാണ് അവൻ്റെ പടനായകൻ. ദൈവത്തിൻ്റെ കരബലമാണ് അവന് വേണ്ടി പ്രവർത്തിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള നാശനഷ്ടങ്ങളും ദൈവഭക്തനുണ്ടാവുകയില്ല. ദൈവഭക്തനെ ഉപദ്രവിക്കാൻ ലോകം സജ്ജീകരിക്കുന്ന എല്ലാ കുതന്ത്രങ്ങളെയും ദൈവം തകർത്ത് കളയും. അത് ദൈവത്തിൻ്റെ നീതി നടത്തലാണ്. അങ്ങനെ അന്തിമ വിജയം കർത്താവിൻ്റെതായിരിക്കും. പ്രവാചകനിലൂടെ ദൈവം അരുളിച്ചെയ്യുന്ന ഈ സദ്വാർത്തയാണ് ഏശയ്യാ ദൈവജനത്തെ അറിയിക്കുന്നത്. പീഡനങ്ങളും സഹനങ്ങളും രോഗങ്ങളും അന്തഛിദ്രവും വിശ്വാസത്തിലുള്ള ഭീഷണികളും വെല്ലുവിളികളും ഉയർന്നു വരുമ്പോൾ ദൈവഭക്തൻ മനസ്സുലഞ്ഞു പോകാതെ, മനം തകർന്നു വീഴാതെ അടിയുറച്ചു നിൽക്കണമെന്ന് വിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നീതിമാനായ ദൈവമേ, അങ്ങയുടെ നീതിമാർഗത്തിൽ ചരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ആടി ഉലയുന്ന തോണിയിൽ സഞ്ചരിക്കുന്ന എൻ്റെ ജീവിതം തിരമാലകൾ കണ്ട് പരിഭ്രാന്തി നിറയാതെ, വ്യാകുലതകളിൽ മനസ്സു തളരാതെ, അങ്ങയുടെ നീതി പൂവണിയാൻ പ്രത്യാശയോടെ നീങ്ങുന്നവരായി ഞങ്ങളെ അങ്ങ് പ്രാപ്തരാക്കണമേ. ആമേൻ. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.